السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ സഹോദരങ്ങളെ, ജബ്ബാറിൻ്റെ ഇസ്ലാം വിരോധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിങ്ങൾ ഒരു കാലത്തും വൈജ്ഞാനിക രംഗത്ത് മുന്നേറിയിട്ടില്ല എന്നും അവർ വൈജ്ഞാനിക മേഖലകളിൽ വളരെ പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിജ്ഞാന വിരുദ്ധരായിരുന്നു മുസ്ലിങ്ങൾ എന്നുള്ള നിലക്കാണ് ജബ്ബാർ മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജബ്ബാർ ഇരുട്ടുകൊണ്ട് വോട്ടടക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രം വിളിച്ചോതുന്ന ചില സംഗതികളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ കാണാവുന്നൊരു സംഗതി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഖുർആനിലെ ആദ്യ വചനങ്ങൾക്ക് ശേഷം പിന്നീട് അറിവ് ഇൽമുമായി ബന്ധപ്പെട്ട് ഖുർആൻ 777 സ്ഥലങ്ങളിലാണ് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വിജ്ഞാനം നേടുന്നതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അറിവുള്ളവർക്കാണ് മഹത്വമുള്ളത്. അറിവുള്ളവരോട് അറിവില്ലാത്തവരെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ സമന്മാരാക്കി കാണാൻ കഴിയില്ല. അപ്പോൾ വിജ്ഞാനത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന സ്ഥാനമാണത്. ഇത് സൂറത്ത് സുമർ അതായത് 39:9 പറഞ്ഞിട്ടുള്ളത്. ഇനി ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും വിജ്ഞാനം നേടുകയും ചെയ്തവരെ അവർക്ക് അള്ളാഹു പല തട്ടുകളിലായിട്ട് അവരെ ഉയർത്തും, അവർക്ക് വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനം നൽകുമെന്ന് പറയുന്നുണ്ട്. ഇനി നദർ എന്നൊരു പദമുണ്ട്. ഇത് ഇൽമുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നദർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അന്വേഷിക്കുക, പര്യവേക്ഷണം നടത്തുക, ഇതിനൊക്കെ പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അവലം യൻദുറു ഇലാ മലക്കൂത്തി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നിയന്ത്രണക്രമം അത് സംബന്ധിച്ച് എന്തുകൊണ്ട് ഇവർ പഠിക്കില്ല എന്നുള്ള ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിക്കാനാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ആഹ്വാനം നൽകുന്നത്. മറ്റൊരിടത്ത് ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അതുപോലെ ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ചൊക്കെ അവൻ അന്വേഷിക്കണം, പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫലം യൻദുറു ഇലസ്സമായി ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യന്നാഹ, തങ്ങൾക്ക് മുകളിൽ നമ്മൾ എങ്ങനെയാണ് ആകാശത്തെ ഉയർത്തി നിർത്തുകയും അതിനെ അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് അവർ നോക്കട്ടെ. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്, സൃഷ്ടിപ്പിന് എങ്ങനെ തുടക്കം കുറിച്ചു എന്നുള്ളത് മനുഷ്യർ ഭൂമിയിൽ നടന്ന് ചിന്തിക്കട്ടെ, പഠിക്കട്ടെ എന്നിങ്ങനെ ഒരുപാട് സ്ഥലത്ത് വൈജ്ഞാനിക നേട്ടത്തിൻ്റെ വിജ്ഞാനം നേടുന്നതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച്, അവൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ഒക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും പര്യവേഷണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ വിശുദ്ധ ഖുർആൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ ഖുർആൻ നെഞ്ചേറ്റിയ ഒരു സമൂഹം അവർ വൈജ്ഞാനിക മേഖലയിൽ യാതൊന്നും ചെയ്തിട്ടില്ലാന്നും അവർ പിന്നിലായിരുന്നെന്നും എല്ലാ കാലത്തും അവർ വിജ്ഞാനത്തിനെതിരായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ
ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. ഇസ്ലാമിനോടുള്ള വിരോധം എന്തും വിളിച്ചു കൂവാൻ ജബ്ബാറിനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഇതൊരു തരം മാനസിക രോഗമാണ് എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ശരിക്ക് മാനസിക രോഗമില്ലാത്ത ശരിക്ക് ബുദ്ധി പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കളവുകൾ പറയാൻ ഒരിക്കലും അവർ മെനക്കെടില്ല. ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ബുദ്ധിയും വിവേകവും വിവരവുമുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് തങ്ങളുടെ ചുറ്റുവട്ടത്തിലുണ്ടെന്നും അവർ തങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നെങ്കിലും ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല എന്നുള്ളതാണ് അവരുടെ ദുര്യോഗം. അതുകൊണ്ട് തന്നെ ജബ്ബാറും ആളുകളും മാറി ചിന്തിക്കുന്നതായിരിക്കും നന്നാവുക എന്നത് അവരുടെ ഗുണത്തിന് വേണ്ടി പറയുന്നതാണ്. അവരുടെ ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെങ്കിലും തങ്ങളെ ലോകം എങ്ങനെ വിലയിരുത്തുന്നെങ്കിലും അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്.